ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണത് ഒരുപാട് വിഷമത്തോടു കൂടെയാണ് കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം സോന എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യണ്ടായി. മതം മാറാൻ നിർബന്ധിച്ചതിനെ തുടർന്നിട്ടായിരുന്നു സംഭവം ഉണ്ടായിരുന്നത്. വിശ്വസിച്ച് കൂടെ ചെന്നവൻ തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആ പെൺകൊച്ചിന് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതിൻ്റെ സഹിക്കെട്ടിട്ടാവണം ആ കൊച്ച് അവളുടെ ജീവിതം തന്നെ അവസാനിപ്പിച്ച് കളഞ്ഞത്. അന്യമതത്തിലൊരാളെ സ്നേഹിച്ചതിൻ്റെ പേരിലും കല്യാണം കഴിച്ചതിൻ്റെ പേരിലും നാട്ടിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട ഒരാളാണ് ഞാൻ. കുറേ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ കൊച്ചിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ കുറച്ചെങ്കിലും എന്നെക്കൊണ്ട് പറ്റും. വേറെ മതത്തിലൊരാളെ കല്യാണം കഴിക്കണതിൽ വീട്ടുകാർക്കില്ലാത്ത അല്ലെങ്കിൽ എൻ്റെ പാരൻസിനില്ലാത്ത എല്ലാ വിഷമമായിരുന്നു നാട്ടുകാർക്ക് ഉണ്ടായിരുന്നത്. ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് കേൾക്കണ ഒരു കാര്യമുണ്ട്. ഓ, നിനക്ക് ഇനിയിപ്പോൾ പള്ളിയിൽ പോകണ്ട, പ്രാർത്ഥിക്കണ്ട, സുഖമായി, നീ ഇപ്പം കല്യാണം കഴിഞ്ഞതുകൊണ്ട് അവരുടെ മതത്തിലേക്കൊക്കെ ആയില്ലേ. ആരായി? നിങ്ങളാണോ അത് തീരുമാനിക്കണേ? എനിക്ക് എൻ്റേതായ വിശ്വാസങ്ങളുണ്ട്, എൻ്റേതായ തീരുമാനങ്ങളുണ്ട്. ഏത് വേണം തീരുമാനിക്കേണ്ട ആൾ ഞാനാണ്. അത് വഴി കൂടെ പോണവരല്ല തീരുമാനിക്കണത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കറിയില്ലേ ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ വേറൊരു കാസ്റ്റിലുള്ളതാണ് അല്ലെങ്കിൽ വേറെ റിലീജിയൻ ആണെന്നൊക്കെ നിങ്ങൾക്ക് സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ? അല്ലെങ്കിൽ തുടർന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ? അപ്പോൾ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ പിന്നെ ആ പണിക്ക് പോകണേ? നിങ്ങൾക്ക് അവിടെ വെച്ച് നിർത്തിക്കൂടെ? പറ്റാത്ത പണിക്ക് പോവാൻ നിൽക്കരുത്. ലാസ്റ്റ് പാർക്ക് പോയി അവൾക്കും അവളുടെ അമ്മക്കും പോയി. ഈ മതവും മന്ത്രവും പറഞ്ഞ് കൂടെ താങ്ങി നിന്നവന്മാരില്ലേ, അവർക്കിപ്പോൾ എവിടെ പോയി? ഇപ്പോൾ അവരൊന്നും കാണാനില്ലല്ലോ. സ്നേഹിക്കേണ്ടെന്നൊന്നും ആരും പറയണില്ല. പരസ്പരം സ്നേഹിക്കുന്നവരുണ്ടല്ലോ, ആ സ്നേഹിക്കുന്നവരുടെ വിശ്വാസങ്ങളും അവരുടെ ഇഷ്ടങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ റെസ്പെക്റ്റ് ചെയ്യണം. ആരെയും ഫോഴ്സ് ചെയ്ത് മാറ്റിക്കേണ്ട കാര്യമൊന്നുമല്ല ഈ പറഞ്ഞ മതം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ. ഈ നാട്ടിൽ കൂടെ പോണവർക്കും വഴി കൂടെ പോണവർക്കൊക്കെ അത് ഇങ്ങനെ പറയാനായിട്ടൊരു മനസ്സുഖമാണ്, ഒരു സന്തോഷം. അങ്ങനെയൊക്കെ മതം മാറ്റ്, നമ്മളിലേക്കാക്ക്, അതിലേക്കാക്ക്, ഇതിലേക്കാക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. അങ്ങനെ ഓരോരുത്തർ പറയണത് നിന്ന് കേൾക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. ആ കൊച്ചിൻ്റെ നമ്മുടെ കരച്ചിലേട്ടാലുണ്ടല്ലോ, സഹിക്കാൻ പറ്റൂല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഓരോ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോണ്ടല്ലോ, ഈ പറഞ്ഞു നിന്നവന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വന്നിട്ട് അവർ തന്നെ പറയും, ഓ ആ കൊച്ചിന് സഹിക്കാൻ പറ്റില്ലെങ്കിൽ അവൾക്ക് ഇട്ടിട്ട് പോയാൽ പോരായിരുന്നോ, എന്തിനാ ഇങ്ങനെ മരിക്കാൻ പോയത്, പാർക്ക് പോയി അവൾക്ക് പോയി, ഇതേ ഡയലോഗ് തന്നെ പറയും. ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ആൾക്കാർ. അപ്പം അറിഞ്ഞിട്ട് പെറ്റണവരാണെങ്കിൽ കൂടെ നിൽക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഉറപ്പുണ്ടെന്നുള്ളവർ മാത്രം പരസ്പരം സ്നേഹിച്ച് ഇതേപോലെയൊക്കെ ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കുക, കൂടെ കൊണ്ടുപോവുക. അല്ലാത്തവർ ആ പണിക്ക് പോവാതിരിക്കുക. ഓരോരുത്തരുടെയും ജീവൻ അതിൻ്റേതായ രീതിയിൽ വിലപ്പെട്ടതാണ്. അവരുടേതായ വിശ്വാസങ്ങളും ഇഷ്ടങ്ങൾക്കും ഓരോരുത്തർ പ്രാധാന്യം കൊടുക്കുക.